we will discuss derivative of a vector valued function. We have already discussed the limit and continuity of vector valued function. Now we will define derivative of a vector valued function. If vector r of t is a vector valued function, we define the derivative of vector r with respect to t to be the vector function vector r dash of t given by vector r dash of t equal to limit delta t tends to 0 vector r of t plus delta t minus vector r of t divided by delta t provided that the limit exists. അപ്പോൾ വെക്റ്റർ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത് ഇതാണ്. വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് വെക്റ്റർ ആർ ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വെക്റ്റർ ആർ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി അടുത്തത് ഒരു വെക്റ്റർ എപ്പോഴും ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അപ്പോൾ ദ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് ടി ഇഫ് ദ എബോവ് ലിമിറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് ടി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ച കണ്ടിന്യൂറ്റിയും ലിമിറ്റും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കമ്പോണൻസ് വെച്ച് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കമ്പോണൻസ് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തിയറാണ്, അത് നമുക്ക് നോക്കാം. തിയർ ഇതാണ്: if vector r of t is a vector valued function, then vector r is differentiable at t if and only if each of its component functions are differentiable at t. എന്ന് വെച്ചാൽ വെക്റ്റർ ആർ എന്ന് പറഞ്ഞത് ഡിഫറൻഷ്യബിൾ അറ്റ് ടി ആവണമെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ അറ്റ് ടി ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അടുത്ത പറയാൻ പോകുന്നത്. ഇൻ വിച്ച് കേസ് ദ കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആർ ദ ഡെറിവേറ്റീവ് ഓഫ് ദ കറസ്പോണ്ടിങ് കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഓഫ് ആർ ഓഫ് ടി. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആർ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെക്റ്റർ ആർ ഓഫ് ടീൻ്റെ കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ആർ ഡാഷ് ഓഫ് ടീൻ്റെ കമ്പോണൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടീൻ്റെ കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ വെക്റ്റർ എടുക്കുക. സപ്പോസ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. അപ്പോൾ കമ്പോണന്റ് ഓഫ് ആർ ഓഫ് ടി ഏതൊക്കെയാ? component of then components of r of t are f of t, g of t and h of t. പിന്നെ നമ്മളൊരു ഫംഗ്ഷൻ ഇതിൽ കൺസിഡർ ചെയ്യുക. ഫോർ എനി സ്മോൾ ഇൻക്രിമെന്റ്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് സ്മോൾ ഇൻക്രിമെന്റ് ആയിട്ട് എടുക്കുക. ഫോർ എനി സ്മോൾ ഇൻക്രിമെന്റ്, ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ടിയിലുള്ള സ്മോൾ ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ ടിയിലുണ്ടാകുന്ന ചെറിയൊരു വർധന. സ്മോൾ ഇൻക്രിമെന്റ് ഡെൽറ്റ ടി ഇൻ ടി, ടിയിലുണ്ടാകുന്ന ചെറിയൊരു ഇൻക്രിമെന്റ് ആണ് ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി
മൈനസ് വെക്റ്റർ ആർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി എഴുതാം. ഈ ഫംഗ്ഷൻ വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പം അതെന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് നെക്സ്റ്റ് ലൈനിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ടിക്ക് പകരം എന്ത് കൊടുത്താൽ മതി? ടി പ്ലസ് ഡെൽറ്റ ടി കൊടുത്താൽ ഇത് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഐ പ്ലസ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി കെ മൈനസ് ആർ ഓഫ് ടിയും കൂടെ എഴുതാം. ആർ ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇത് ലെങ്തിയാണ്, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയാലും മതി, നെക്സ്റ്റ് ലൈനിൽ എഴുതിയാലും മതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിപ്പോൾ ഓരോ ഫംഗ്ഷനായിട്ട് അതിൻ്റെ കമ്പോണൻറ്റുകൾ ഒരുമിച്ചെടുക്കുക, ജെയിൻ്റെ കമ്പോണൻറ്റ് ഒരുമിച്ചെടുക്കുക, കെയിൻ്റെ കമ്പോണൻറ്റ് ഒരുമിച്ചെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എച്ച് ഓഫ് ടി കെ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നമുക്ക് കാണേണ്ടത് ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് കിട്ടണം? ഓരോ കമ്പോണന്റുകളുടെ ലിമിറ്റാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഓരോ ഫംഗ്ഷനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫംഗ്ഷനാക്കി എഴുതാൻ പോകും. അപ്പോൾ ഫസ്റ്റത്തെ എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ പ്ലസ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എച്ച് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി കെ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബോത്ത് സൈഡ്സിലും ലെറ്റ് ഡെൽറ്റ ടി അപ്രോച്ചസ് 0. നമ്മൾ ടിയിലുള്ള ആ ഇൻക്രിമെൻ്റ് പറഞ്ഞത് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻക്രിമെൻ്റ് ഇല്ലാതാക്കുക, ടിയിലുള്ള ഇൻക്രിമെൻ്റ് ഇല്ലാതാക്കുക എന്ന് വിചാരിക്കാം. ലെറ്റ് ഫസ്റ്റ് ഇക്വേഷൻ തുടങ്ങിയ ആ ലെഫ്റ്റ് സൈഡ് തൊട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് വരെയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കുക. Now let delta t approaches 0. Approaches 0. Then ഇപ്പോൾ കൊടുത്ത ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയതിന് അപ്പോൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായി മാറും? Then equation 1 becomes limit delta t tends to 0 vector r of t plus delta t minus r of t divided by vector ആണ് കേട്ടോ, divided by delta t which is equal to നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു, ഇനി റൈറ്റ് സൈഡിൽ ഇവിടെയും കൂടെ കൊടുക്കണം. which is equal to എന്തൊരു ഇപ്പോൾ ഇത് ഓരോ കമ്പോണൻ്റാണ്. നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഓരോ കമ്പോണൻറ്റുകളുടെ ലിമിറ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ വരും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടി നമുക്ക് മായ്ച്ച് കളയാം.
delta t tends to 0, g of t plus delta t minus g of t divided by delta t j plus limit delta t tends to 0, h of t plus delta t minus h of t divided by delta t k. നമുക്ക് എന്ത് കിട്ടി? ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റുകളുടെ ലിമിറ്റാന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റുകളുടെ ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി ആണ്, ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് ടി ആണ്, ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എച്ച് ഓഫ് ടി ആണല്ലോ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ കമ്പോണന്റുകൾ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ ഈ ആർ ഓഫ് ടി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കിതിനെ എഫ് ഡാഷ് ഓഫ് ടി, ജി ഡാഷ് ഓഫ് ടി, എച്ച് ഡാഷ് ഓഫ് ടി എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഹെൻസ് ദ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് ഡിഫറൻഷ്യബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് its component functions are differentiable. That is, we get vector r dash of t equal to എന്ത് കിട്ടും? ഇതെന്താ? r dash of t ആണിത് അല്ലേ? r dash of t ആണിത്. r dash of t equal to ഇതെന്ന് പറയുന്നത് f dash of t ആണെന്ന് ഞാൻ പറഞ്ഞു. f dash of t I plus g dash of t j plus h dash of t k ആയിരിക്കും. അപ്പോൾ r dash of t എന്ന് പറയുന്നത് ഇതിൻ്റെ സം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് ആ തിയറത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ലെറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു r of t equal to a cos t I plus a sin t j plus c t k. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി, ഓരോ കമ്പൗണ്ടിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി നമ്മളിവിടെ എന്ത് ചെയ്യും? ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എ സൈൻ ടി ജെ പ്ലസ് ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സി ടി കെ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എ ഇൻറ്റു മൈനസ് സൈൻ ടി. അപ്പോൾ എ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് ടി, എ കോസ് ടി ജെ പ്ലസ് സി ടീൻ്റെ ഡെറിവേറ്റീവ്, ടീൻ്റെ ഡെറിവേറ്റീവ് 1, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സി കെ. അപ്പം ഇതാണ് ആർ ഡാഷ് ഓഫ് ടി കേട്ടോ. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു റിമാർക്ക് ഉണ്ട്. നമ്മൾ എല്ലാ ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷനും കണ്ടിന്യൂസ്, നമ്മൾ ഓൾറെഡി നമ്മൾ സാധാ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന്. അപ്പോൾ ഇതേ അതുപോലെ തന്നെ വെക്റ്റർ ഫംഗ്ഷനും നമുക്ക് പറയാം എവരി ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻ ഈസ് continuous. Every differentiable vector function is continuous നമുക്ക് പറയാം. ഇത്രയും കാര്യമാണ് നമുക്ക് ഡെറിവേറ്റീവിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷെ ഈ കേസിൽ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, ബട്ട് കണ്ടിന്യൂസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. അതും കൂടെ ഇതിന്റെ കൂടെ എഴുതാം. കണ്ടിന്യൂസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള ഡിഫറൻസിയേഷന്റെ കുറെ റൂൾസ് ആണ്. സാധാ റിയൽ വാല്യൂഡ് ഫംഗ്ഷന് നമ്മൾ ഇതേ റൂൾസുകൾ പഠിച്ചിരുന്നു. ആ റൂൾസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്.